കുറുവാ സംഘം എന്ന് സംശയിച്ച് ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയ സന്തോഷിനെ ഇന്ന് ആലപ്പുഴയിൽ വെച്ച് ചോദ്യം ചെയ്യും. ഇന്നലെ കുണ്ടന്നൂരിൽ വെച്ച് ഇയാളെ പിടികൂടിയെങ്കിലും വിലങ്ങുമായി രക്ഷപ്പെടുകയായിരുന്നു. നീണ്ട 4 മണിക്കൂർ നേരത്തെ തിരച്ചിലിന് ഒടുവിലാണ് ഇയാളെ പിന്നീട് പിടിച്ചത്. ഇയാൾക്കൊപ്പം മണികണ്ഠൻ എന്നയാളും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അരുൺ ശങ്കറാണ് വിവരങ്ങളുമായി. അരുൺ, ഈ ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ തത്സമയം മാതൃഭൂമി ന്യൂസാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നമ്മുടെ ലൈവിനിടയിലായിരുന്നു ഇയാളെ പിടികൂടി എന്ന വിവരം അവിടെ ഒരു പോലീസുകാരൻ പറയുകയും നമ്മുടെ ക്യാമറയിൽ ഇയാളെ വാഹനത്തിൽ കയറ്റുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുകയൊക്കെ ചെയ്തതാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കസ്റ്റഡിയാണ് ഇന്നലെ ഉണ്ടായത്. 3 പേരെ കസ്റ്റഡി എടുക്കുന്നു. ഇയാളുടെ പശ്ചാത്തലം എന്താണ്? ഇയാൾ തമിഴ്നാട് സ്വദേശിയാണോ? കുറുവാ സംഘം എന്ന തമിഴ്നാട്ടിലുള്ള ആളുകളാണല്ലോ. ഇയാളെ പറ്റിയുള്ള മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കുറുവാ സംഘം സംസ്ഥാനത്ത് വ്യാപകമായി ഈ കവർച്ച ശ്രമങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തുകയും ചെയ്തു. 3ഓളം വീടുകളിലാണ് കവർച്ച നടത്തിയത്. 4ഓളം വീടുകളിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഇവിടെ മാത്രമല്ല, എറണാകുളത്തെ പറവൂരിലും സമാനമായ ശ്രമങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ശക്തമായ അന്വേഷണം ാണ് കുറുവാ സംഘമെന്ന് സംശയിക്കുന്നവർ ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലാകുന്നത്. അതിൽ സന്തോഷ് സെൽവം എന്ന ആളെ പിടികൂടുന്ന സമയത്ത് ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. രാത്രി മണ്ണഞ്ചേരിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4 മണിക്കൂറിനൊടുവിലാണ് രാത്രി 10 ഈ സന്തോഷ് സെൽവം പിടിയിലാകുന്നത്. ഈ സന്തോഷ് സെൽവത്തിനൊപ്പം മണികണ്ഠൻ എന്ന ആൾ പിടിയിലായിരുന്നു. അവരെ ഇന്നലെ രാത്രി തന്നെ ആലപ്പുഴയിൽ എത്തിച്ചിട്ട് ചോദ്യം ചെയ്തു. SP യുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇവർ ഈ കോമളപുരത്ത് അതോടൊപ്പം തന്നെ മണ്ണഞ്ചേരിയിൽ നടത്തിയ മോഷണങ്ങൾ സമ്മതിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ ഈ മോഷണങ്ങൾ സംബന്ധിച്ച് അത് ഈ കുറുവാ സംഘവുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം കുറുവാ സംഘം എന്ന് പറയപ്പെടുന്ന ആ സംഘം അവർ നടത്തുന്ന രീതിയിലാണ്. അർദ്ധനഗ്നരായെത്തുന്നു, വീണ്ടും പിൻവാതിൽ തകർത്ത് കയറുന്നു, എതിർത്ത് കഴിഞ്ഞാൽ ആക്രമിക്കുന്നു. അതും ഇടത്തരം വീടുകളിലാണ് കയറുക. വേഗത്തിൽ കയറാൻ കഴിയുന്ന പിൻവാതിലുകളുള്ള വീടുകളിലാണ് കയറുന്നത്. ഇത്തരം വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവച്ചിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഇവർ തന്നെയാണ് ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊരു ധാരണയുണ്ട്. അതോ അതിന് സമാനമായി മറ്റൊരു മോഷണ സംഘം എന്നതേ ഉള്ളൂ? പ്രാഥമികമായിട്ട് ഇത് കുറുവാ സംഘമാണെന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടിയിലായിട്ടുള്ള 2 പേരാണ് മണ്ണഞ്ചേരിയിലും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും കവർച്ച നടത്തിയെന്നുള്ള വിവരവും പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ പ്രാഥമികമായിട്ടുള്ള സ്ഥിരീകരണമാണ് ലഭിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ SP നടത്തുന്ന വാർത്താസമ്മേളനത്തിലായിരിക്കും പുറത്ത് വരിക. ഇപ്പോൾ ഈ കുറുവാ സംഘത്തെ അല്ലെങ്കിൽ പിടിച്ച മോഷ്ടാക്കളെ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ മണ്ണഞ്ചേരി സ്റ്റേഷൻ സമയത്ത് തടിച്ചുകൂടിയിരിക്കുകയാണ്. കാരണം ഇവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയ സംഭവങ്ങളായിരുന്നു. കാരണം വീട്ടിൽ മനസ്സമാധാനം കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ നേരത്തെ രതീഷ് പറഞ്ഞ പോലെ ഈ സംഘത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ആക്രമിച്ച് മോഷണം നടത്തുക എന്നുള്ളതാണ്. നമുക്ക് അവരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ പിടിയിലായ മോഷ്ടാക്കളെ കാണാൻ വന്നാണോ? നിങ്ങൾ വീടിനടുത്തായിരുന്നു മോഷണം നടന്നത്? അപ്പം ഞങ്ങളുടെ കിടക്കുഷായിട്ടൊക്കെ രാത്രിയൊക്കെ മുളക് വെള്ളം കലക്കി വെച്ചൊക്കെ ഇരിക്കുന്നില്ല. ഇപ്പോഴോ? രാത്രി നിങ്ങൾ ഞങ്ങൾ രാത്രി പേടിച്ചല്ലേ, എല്ലാവരും പേടിച്ച് പറഞ്ഞിരിക്കുകയല്ലേ രാത്രി ഉറങ്ങാനൂടെ. അപ്പോൾ അതിലൊക്കെ ശരിക്കും ഊട്ടിക്കൊണ്ടുള്ള കിടപ്പായിരുന്നു. നിങ്ങൾ ഉറക്കമുണ്ടായിരുന്നോ? ഉറക്കമില്ല. ഞാൻ അത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുക. ഇപ്പോൾ ഉടനെ ഇറക്കം തോന്നുന്നു. ഈ പ്രദേശത്തെ എല്ലാ ആൾക്കാരും ഭയങ്കര എല്ലാവരും പേടിച്ച് ഇറച്ചിരിക്കുകയല്ലേ, പെണ്ണുങ്ങളാണ് എല്ലാവരും. നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? വല്ലാത്ത പേടിയിലായിരുന്നു ഈ കവർച്ച സംഘങ്ങൾ വ്യാപകമാണ്. ഇങ്ങനെ കുറുവാ സംഘം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇന്നലെ ഈ മൊബൈലിലൊക്കെ ഇതിനെ പിടിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട്. ഭയങ്കര ആരോഗ്യമുള്ള ഒരുത്തനാണ്. ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്, കേൾക്കുകയാണ്. ഭയങ്കര ഇത് മനുഷ്യനെ കിടന്ന് ഉറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇവരുടെ ഈ പ്രവർത്തനം. വളരെ ഇത് സാധാരണ കള്ളന്മാരൊന്നുമല്ല ഇവരുടെ പ്രവർത്തനം. വീട് കുത്തി തുറന്ന് പെണ്ണുങ്ങളുടെ മാലകൾ, സ്വർണ്ണാഭരണങ്ങൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണാഭരണത്തിന് അതിഭയങ്കരമായ വില കൂടുതൽ. അവർക്ക് 1 ഗ്രാം കിട്ടിയാലും കിട്ടും ഒരു 15,000 രൂപ. അതായത് എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഭയത്തിലായിരുന്നു. നേരത്തെ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ മുളക് വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടാണ് രാത്രി കിടക്കുന്നത്. ഉറങ്ങുന്നില്ല, ഇങ്ങനെ ജാഗ്രതയോടെ ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഉറക്കം പോലും കെടുത്തിയ മോഷണ സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ
വന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അവർക്ക് എത്രത്തോളം ആശ്വാസമാണ് ഈ വാർത്ത, അതായത് ഇവർ പിടിയിലായ വാർത്ത എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഈ സംഘത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും പ്രാഥമികമായിട്ട് ഇതൊരു കുറുവ സംഘം ആണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. പിടിയിലായവർ തന്നെയാണ് ഈ മോഷണം നടത്തിയതും, മോഷണം മാത്രമല്ല മോഷണ ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതും നടത്തിയെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പോലീസ് ഈ സ്ഥിരീകരിച്ചു. കുറുവാ സംഘം എന്നത് തമിഴ്നാട്ടിലൊരു പരമ്പരാഗതമായി മോഷണത്തിൽ വിശ്വസിക്കുന്ന അതിലേർപ്പെടുന്ന ആളുകളാണ് എന്നതാണല്ലോ നേരത്തെ പോലീസ് പങ്കുവച്ച വിവരത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ രണ്ടുപേർ മാത്രമാണോ അതോ വലിയ സംഘമാണോ? ഇവരുടെ ഒരു രീതി എങ്ങനെയാണ്, ഇവരുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നത് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? ഒരു വലിയ സംഘമായി എത്തുന്നതാണോ അതോ ഇങ്ങനെ ഒറ്റപ്പെട്ട 1-2 പേർ മാത്രമാണോ? നമ്മൾ ഇനിയും പേടിക്കേണ്ടതുണ്ടോ? ഈ രണ്ടുപേർ പിടിയിലായതുകൊണ്ട് മാത്രം ഭയം ഇല്ലാതാകുന്നില്ല. കാരണം ഇവർ എത്രത്തോളം വ്യാപകമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇവർ എറണാകുളത്ത് കുണ്ടന്നൂർ പാലത്തിന് സമീപത്താണ് താമസിച്ചു കൊണ്ടിരുന്നത്. അവർ ഒരു കുടുംബമായിട്ട് തന്നെ വന്ന് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇവർ അവിടെ മത്സ്യങ്ങളെ പിടിച്ചൊക്കെ ഉപജീവനം കഴിയുന്ന രീതിയിലായിരുന്നു അവിടെ നിന്നിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനിടയ്ക്ക് മോഷണശ്രമങ്ങളും മോഷണമൊക്കെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ വ്യാപകമായിട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, എവിടൊക്കെയാണ് തമ്പടിച്ചിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ സംഘങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് കണ്ടെത്തേണ്ടത്. അതിനുള്ള പ്രത്യേക സംഘവും പോലീസ് രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഏതായാലും ഇനിയും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത ഉണ്ടാകണം. കുറുവാ സംഘം എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. രണ്ടുപേരെ പിടികൂടാൻ കഴിഞ്ഞു വേഗത്തിൽ. ഈ ആശങ്കാ ദിനങ്ങൾക്കിടയിൽ വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്.